പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുഞ്ഞാവി മാമുണ്ട് ചാഞ്ചാട്. ഹായ് കൂട്ടുകാരെ, മാമുണ്ട് ചാഞ്ചാടാനും മാവുറങ്ങുമ്പോൾ ഉറക്കം വരാനുമായി കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് ആർക്കാണ്? എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു നാടോടി കഥ. കഥയുടെ പേരറിയണ്ടേ? സ്വർഗയാത്ര. പടിഞ്ഞാറൻ പഞ്ചാബിൽ പണ്ടൊരു നെയ്ത്തുകാരൻ ജീവിച്ചിരുന്നു. ആരാണ് നെയ്ത്തുകാരൻ? നിങ്ങൾക്കറിയാമോ? നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നൂലുകൊണ്ടല്ലേ പണിയുന്നത്? അത് ഉണ്ടാക്കുന്ന ആളാണ് നെയ്ത്തുകാരൻ. പകൽ മിക്കവാറും അയാൾ നെയ്ത്തുശാലയിലായിരിക്കും. കുറേ നേരം തൻ്റെ വയലിലും ജോലി ചെയ്യും. വയലിൽ കതിരു നിരന്നപ്പോൾ നെയ്ത്തുകാരൻ സന്തോഷിച്ചു. അയാൾ കൂടുതൽ സമയം വയലിൽ ചെലവഴിച്ചു തുടങ്ങി. വിളവെടുക്കാൻ ഇനി കുറച്ചു നാൾ മതി. അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള അന്നമാണ് വിളയുന്നത്. ഒരു ദിവസം രാവിലെ നെയ്ത്തുകാരൻ വയലിലെത്തിയപ്പോൾ അമ്പരന്നുപോയി. വിളയാറായ നെല്ലിൽ കുറെ ഏതോ ഒരു മൃഗം തിന്നിരിക്കുന്നു. അവിടമാകെ ഉഴുതുമറിച്ചതുപോലെയാണ് കിടക്കുന്നത്. അയാൾ ശരിക്കും തളർന്നുപോയി. പിന്നീടുള്ള ദിവസങ്ങളിലും നെയ്ത്തുകാരന്റെ വയലിൽ വിളവ് നശിപ്പിക്കൽ പതിവായി. 2-3 ദിവസം കൊണ്ട് അയാൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ധാന്യത്തിന്റെ ഒരു നല്ല പങ്ക് നശിച്ചു. അടുത്ത ദിവസം നെയ്ത്തുകാരൻ അത്താഴവും കഴിച്ച് ഒരു മുളവടിയും എടുത്ത് വയലിലേക്ക് നടന്നു. അയാൾ കമ്പിളി പുതച്ച് വയൽ വരമ്പിനോട് ചേർന്ന് ഒളിച്ചിരുന്നു. പാതിരാത്രിയായി. അപ്പോഴുണ്ട് ആകാശത്തു നിന്നും ഒരാന വയലിലേക്ക് ഇറങ്ങി വരുന്നു. നെയ്ത്തുകാരന്റെ കണ്ണു തള്ളിപ്പോയി. ഭഗവാനെ, ഇത് ദേവേന്ദ്രന്റെ ഐരാവതമാണല്ലോ. ഐരാവതത്തെ നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? നമ്മുടെ ആനയുടെ കളർ എന്താ? നിറം കറുപ്പ് അല്ലേ? എന്നാ ദേവേന്ദ്രന്റെ ഐരാവതത്തിന്റെ നിറം വെള്ളയാണ്, തൂവെള്ള. അങ്ങനെ നമ്മുടെ ഐരാവതം ആന ധാന്യം തിന്നു തുടങ്ങിയതോടെ നെയ്ത്തുകാരന് കലി വന്നു. എന്റെ കഞ്ഞികുടി മുട്ടിച്ചിട്ട് നീ സുഖിക്കണ്ട. അയാൾ ആനയുടെ വാളിൽ പിടിമുറുക്കി. ആനയുണ്ടോ അതറിയുന്നു. വിളയും തിന്ന് തലയും കുലുക്കി ഐരാവതം ആകാശത്തേക്ക് ഉയർന്നു. വാളിൽ ഒരാൾ തൂങ്ങുന്നുണ്ടെന്ന കാര്യം ആന അറിഞ്ഞില്ല. സ്വർഗത്തിലെത്തിയപ്പോൾ നെയ്ത്തുകാരൻ അന്തം വിട്ടു. പാട്ടും കൂത്തും ആഘോഷവും എങ്ങും. വീഞ്ഞു നിറച്ച സ്വർണപാത്രങ്ങൾ എങ്ങും മറഞ്ഞു നിന്ന് അയാൾ എല്ലാം ആസ്വദിച്ചു. സ്വർഗീയ വിഭവങ്ങൾ ആവശ്യത്തിന് കഴിച്ചു. കൂട്ടിയിട്ട സ്വർണ നാണയങ്ങളിൽ നിന്നും കുറേ എടുത്തു. രാത്രിയിൽ ഐരാവതത്തിന്റെ വാലിൽ തൂങ്ങി സുഖമായി വീണ്ടും ഭൂമിയിൽ എത്തി. നെയ്ത്തുകാരന്റെ കഥയറിഞ്ഞ് ഗ്രാമീണർ അയാൾക്ക് ചുറ്റും തടിച്ചുകൂടി. അയാൾ അവരോട് പ്രഖ്യാപിച്ചു, തറിയും കൈക്കോട്ടും എടുത്തു ഭൂമിയിൽ ഇനി കഷ്ടപ്പെടാൻ ഞാനില്ല. ഞാനും കുടുംബവും ഇന്ന് സ്വർഗത്തിലേക്ക് തിരിക്കും. നെയ്ത്തുകാരന്റെയും ഭാര്യയുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അയാളോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാൻ രാത്രി വയൽ വരമ്പിൽ എത്തി. പാതിരാത്രിയായി. അതാ വരുന്നു ഐരാവതം. വിളയും തിന്ന് തലയും കുലുക്കി അത് മടങ്ങാനൊരുങ്ങിയതും നെയ്ത്തുകാരൻ വാളിൽ പിടിച്ചു തൂങ്ങി. അയാളുടെ കാലിൽ ഭാര്യ, പിന്നെ മകൻ, പിന്നെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. കാലുകളിൽ പിടിച്ചു തൂങ്ങുന്ന ഒരു മനുഷ്യ ചെങ്ങലയുമായി സ്വർഗത്തിലേക്ക് ഉയർന്നു. അപ്പോഴാണ് കീഴെ തൂങ്ങുന്ന മൂത്ത നെയ്ത്തുകാരനൊരു സംശയം. എടോ, സ്വർണ്ണ നാണയം ഇരിക്കുന്ന കുടം വളരെ വലുതാണോ? ദാ ഇത്രയും വലുത്. നെയ്ത്തുകാരൻ കൈവിട്ട് കുടത്തിന്റെ വലുപ്പം കാണിച്ചതും പ്ലുതും ദാ കിടക്കുന്നു. എല്ലാവരും താഴത്ത്. അങ്ങനെ ആ സ്വർഗയാത്ര അവിടെ അവസാനിച്ചു. കൂട്ടുകാരെ, എന്താണ് ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല. അഹങ്കരിക്കുന്നവർക്ക് ഒന്നും നേടാനുമാവില്ല. അതുകൊണ്ട് എല്ലാ കുട്ടിക്കൂട്ടുകാരും അഹങ്കാരമൊക്കെ ഉപേക്ഷിച്ച് നല്ല കുട്ടികളായി വളരണം. കേട്ടല്ലോ? എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ അല്ലേ? താങ്ക് യു.